വർഗീയ പരാമർശം നടത്തിയ കേസിൽ മുൻ ഡിജിപി ടി.പി. സെൻകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. സെൻകുമാറിന് ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യം ലഭിച്ചു. ഷബ്നാസ് യാദവിന്റെ വിവരങ്ങളുമായി വിവരങ്ങൾ എന്താ? മുൻ ഡിജിപി സെൻകുമാർ മലയാളം വാരികയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരം സൈബർ സെൽ പോലീസ് കേസെടുത്തിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A വകുപ്പ് അനുസരിച്ചായിരുന്നു കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാണ് സെൻകുമാർ കോടതിയെ സമീപിച്ചത്. ഇന്ന് കോടതി ഹർജി പരിഗണിക്കുകയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. കേരളത്തിൽ ISISന്റെ വളർച്ചയെ സംബന്ധിച്ച താൻ ലേഖകനുമായി ഒരു സൗഹൃദ സംഭാഷണം നടത്തുകയായിരുന്നുവെന്നും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയം ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്ന ആശങ്ക പങ്കുവെക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് താൻ ഈ വിവരം പറഞ്ഞതാണ്. ഇത് റെക്കോർഡ് ചെയ്യാൻ താൻ അനുവദിച്ചിരുന്നില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെൻകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താൻ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും സർവീസിലിരിക്കെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ തനിക്കെതിരെ പ്രവർത്തിച്ചിരുന്നുവെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുണ്ടായ ഈ പുതിയ കേസെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുമായിരുന്നു സെൻകുമാറിന്റെ ആവശ്യം.